Dear friends, in our series of survey of literatures in English, we are discussing Australian literature. Australian ലിറ്ററേച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായും ഓസ്ട്രേലിയ എന്ന് പറയുന്ന വൻകരയിൽ ബ്രിട്ടീഷുകാരുടെ കോളനി ആരംഭിച്ചതോടു കൂടിയിട്ടാണ് അത് തുടങ്ങുന്നത്. 18ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ ഒരു സെറ്റിൽമെൻറ്റ് അവിടെ ഉണ്ടാകുന്നത്. ജെയിംസ് കുക്ക് എന്ന പ്രസിദ്ധനായ ബ്രിട്ടീഷ് നാവികൻ അവിടെ എത്തുന്നത് 1770-ലാണ്. അതിനുശേഷം ബോട്ടണി ബേ എന്ന് അന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ മോഡേൺ സിഡ്നിയിൽ ഒരു പീനൽ കോളനി എന്ന് പറഞ്ഞാൽ കോൺവിക്സിനെ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള കോൺവിക്സിനെ താമസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കോളനിയാണ് പീനൽ കോളനി എന്ന് പറയുന്നത്. അവിടെ സ്ഥാപിക്കുകയാണ്. അതുകൂടെ 1901 വരെ അങ്ങനെ തുടരുകയും 1901 ഓസ്ട്രേലിയയിലൊരു ഇൻഡിപെൻഡൻറ്റ് കോൺഫെഡറേഷൻ ഉണ്ടാക്കുകയും ചെയ്തു, ഒരു ഭരണകൂടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കോളനികളിലും പിന്നീട് കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ കോൺഫെഡറേഷൻ ആയതിനു ശേഷമുള്ള ഓസ്ട്രേലിയയിലും ഇംഗ്ലീഷിലുണ്ടായിട്ടുള്ള സാഹിത്യ രചനകളെയാണ് നമ്മൾ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺവിക്റ്റുകളുടെ ലൈഫാണ്. ഒരുപാട് ബ്രിട്ടനിൽ നിന്നുള്ള കുറ്റവാളികളെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരികയും ഇവിടെ താമസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിക്ഷാവിധി കഴിഞ്ഞതിന് ശേഷം അവരിവിടെ താമസിച്ചു, ഇവിടെ കുടുംബമായി താമസിച്ചു, അബോറിജിനൽ ലൈഫുമായി അടുത്ത് ഇടപഴകുകയും ആദിമനിവാസികളുടെ ജീവിതവുമായി അടുത്ത് ഇടപഴകേണ്ടായിട്ടുണ്ട്. ചിലർ അവിടെ തന്നെ താമസിച്ച് ആദിമനിവാസികളെ തന്നെ വിവാഹം കഴിക്കുകയും ചിലർ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആളുകളെ വിവാഹം കഴിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് വളർന്നു വരികയാണ്. ആ സെറ്റിൽമെൻറ്റിലെ കഥകൾ, അവിടെ ആദിമനിവാസികളുടെ ജീവിതത്തിൻ്റെ നിരീക്ഷണ ഫലങ്ങൾ, ഇതോടൊപ്പം തന്നെ ട്രാൻസെൻഡൻ്റൽ റൊമാൻറ്റിസിസം, ഇത് ഐഡിയ നിങ്ങൾക്ക് പരിചിതമാണ്. ഇതൊക്കെയാണ് ആദ്യകാല ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയാവുന്നത്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ വർണ്ണിക്കുന്നു, അവിടെ നടത്തിയ പര്യവേഷണങ്ങളെ, എക്സ്പ്ലോറേഷൻസ്, അതിലൂടെ നടന്ന് അതിനെ കൂടുതൽ ആ പ്രദേശത്തെ അറിയാനുള്ള ശ്രമങ്ങൾ, ഇംഗ്ലണ്ടിലെ ജീവിതത്തെ പറ്റിയിട്ടുള്ള നൊസ്റ്റാൾജിയ ചില സാഹിത്യകൃതികൾ വരുന്നുണ്ട്. ചിലർക്ക് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തിൻ്റെ പൗരന്മാർ എന്നുള്ള നിലയ്ക്കുള്ള തോന്നലുകൾ വരുന്നുണ്ട്. ഇതിൽ ചില പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്, ഒന്ന് ബാരൻ ഫീൽഡ് എഴുതിയിട്ടുള്ള ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് ഓസ്ട്രേലിയൻ പോയട്രി. ദിസ് ഇസ് ദ ഫസ്റ്റ് വോള്യൂം ഓഫ് പോയട്രി പബ്ലിഷ്ഡ് ഇൻ ഓസ്ട്രേലിയ. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നോവൽ റിട്ടൺ ഇൻ ഓസ്ട്രേലിയ ഇൻ ഇംഗ്ലീഷ് ഈസ് ക്വിൻറ്റസ് സെവിങ്ടൺ is written by Henry Savary. Henry Savary was the offspring of ex-convicts. അയാളുടെ അച്ഛനും അമ്മയും പഴയ കോൺവിക്റ്റുകളായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ കോൺവിക്റ്റ് ലൈഫ് ഉള്ള ഒരു നോവലാണ് ഇത്. അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ നെറേറ്റീവ്സ് ഉണ്ട് ഈ കോൺവിക്റ്റ് ടീമിനെ പറ്റി തന്നെ ഉള്ളത്. അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും ലണ്ടനിൽ നയിച്ചിട്ടുള്ള പിക്കാരസ്ക് ജീവിതം, ഒരു റോഡ് തെരുവ് തെമ്മാടികളുടെ ജീവിതം, അത് കഴിഞ്ഞ് അവർ കോൺവിക്റ്റ് ചെയ്യപ്പെട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുന്നു, ഇവിടെ ചിലപ്പോൾ രക്ഷപ്പെടുന്നു, എന്നിട്ട് അബോറിജിനൽ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നു, അവിടെ നിന്ന് കല്യാണം കഴിച്ച്, അങ്ങനെയുള്ള ആ ഒരു പ്രത്യേകതയാണ് ഈ ഓട്ടോബയോഗ്രഫിക്കൽ നെറേറ്റീവ്സിൽ കാണാവുന്നത്. പിന്നെ ഇതിൽ ചില ഉദാഹരണങ്ങൾ, റാൽഫ് റാഷ്ലി ഓർ ദ ലൈഫ് ഓഫ് ആൻ എക്സൈൽ എന്നുള്ളത് ജെയിംസ് ടക്കർ എഴുതിയിട്ടുള്ളത്, അതുപോലെ റീകളക്ഷൻസ് ഓഫ് ജെഫ്രി ഹാംലിൻ, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ ഈ കോൺവിക്റ്റ് ലൈഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൊററാണ്. അത് വെച്ചാൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. അതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീമായിട്ട് എടുത്തിരിക്കുന്ന ഒരു നെററ്റീവാണ് ഫോർ ദ ടേം ഓഫ് ഹിസ് നാച്ചുറൽ ലൈഫ് എന്ന് പറയുന്നത്. അത് മാർക്കസ് ക്ലാർക്ക് വളരെ പ്രസിദ്ധനായിട്ടുള്ള സാഹിത്യകാരനാണ് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ. അതുപോലെ തന്നെ പ്രോസ് വർക്ക് ഇക്കാലത്ത് വേറെയും ധാരാളം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. 20th സെഞ്ച്വറിയിൽ പ്രവേശിക്കുമ്പോൾ അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 1901 ഓസ്ട്രേലിയ ഒരു കോൺഫെഡറേഷനായി. അതോടുകൂടിയിട്ട് കോൺഫെഡറേഷൻ്റെ ഒരു നാഷണലിസ്റ്റ് പ്രൈഡ്, ദേശീയമായ ഒരു അഭിമാനം, ദേശീയമായ ഒരു ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ഈഗാലിറ്റേറിയനിസം എന്നുള്ളൊരു വാല്യൂ, ഒരു മൂല്യം, ഒരു സമത്വത്തെ സംബന്ധിച്ച മൂല്യം, അതുപോലെ ഗ്രാമീണ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ സംബന്ധിച്ച ചില നിരീക്ഷണങ്ങൾ, ഇതൊക്കെയാണ് അക്കാലത്ത് സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള സാഹിത്യത്തിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഇതിവൃത്തങ്ങൾ. അതിലൊന്നാണ് ജോസഫ് ഫർഫി എഴുതിയിട്ടുള്ള സച്ച് ഈസ് ലൈഫ് 1903. നാഷണലിസ്റ്റ് ഫിക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്.
അതുപോലെ തന്നെ ബുഷ് റിയലിസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ബുഷ് അബോറിജിനൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അക്കാലഘട്ടത്തിലാണ് അത്തരം അബോറിജിനൽസിന്റെ ജീവിതത്തെ സംബന്ധിച്ച ഒരു റിയലിസ്റ്റിക് ഫിക്ഷൻ ഉണ്ടായി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അബോറിജിനൽസിന് വലിയ തീം എന്ന നിലയ്ക്ക് ധാരാളം പ്രാതിനിധ്യം ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ കിട്ടിയിട്ടുണ്ട്. മറ്റ് സാഹിത്യത്തെക്കാൾ, കനഡിയൻ ലിറ്ററേച്ചറിനേക്കാൾ, അമേരിക്കൻ ലിറ്ററേച്ചറിനേക്കാളും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. അതിൽ സച്ചീസ് ലൈഫ് നാഷണലിസ്റ്റ് ഫിക്ഷനാണ്. അതുപോലെ തന്നെ ബുഷ് റിയലിസത്തിന്റെ ആളുകളുടെ പേര് പറയുന്നത് A.B. പാറ്റേഴ്സൺ, ഹെൻറി ലോസൺ, സ്റ്റീൽ റെഡ് തുടങ്ങിയ ആളുകൾ അതിൽ വരുന്നുണ്ട്. ഇതിനെതിരായിട്ടൊരു മൂവ്മെന്റ് പിന്നീട് ഉണ്ടായി വരുന്നുണ്ട്. അതിൻ്റെ രണ്ട് ആളുകളുടെ പേര് പറഞ്ഞത്, ഒന്ന് ക്രിസ്റ്റഫർ ബ്രനൻ പോയറ്റാണ്, ബാർബറ ബെയ്റ്റൺ സ്റ്റോറി റൈറ്ററാണ്. അതുപോലെ തന്നെ കോൺഫെഡറേഷൻ വന്നതിന് ശേഷം കൂടുതൽ തീമുകൾ ഉണ്ടായി വരുന്നുണ്ട്. അതാണ് അതിലൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. തീം എന്ന് പറഞ്ഞാൽ ഈ അബോറിജിനൽ ഒബ്സഷൻ അല്ലെങ്കിൽ അബോറിജിനൽസുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് അത് മാറി വരികയും സിംബോളിസിസവും അതുപോലെ തന്നെ എക്സ്പെരിമെന്റലിസവും വരുന്നുണ്ട്. ഈ പാസിംഗ് ഓഫ് ദ അബോറിജിൻ ഡെയ്സി ബേറ്റ്സിന്റെ ആ പേര് തന്നെ വളരെ പ്രസക്തമാണ് എന്നുള്ളത് ഈ തലത്തിൽ നമുക്ക് ആലോചിക്കാവുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സാഹിത്യത്തിന് വലിയ പ്രാതിനിധ്യം കിട്ടിയ കാലമാണ്. അതിൽ ഏഥൽ ടേണർ, ഏഥൽ പെട്ലി, ആമി മാക്, ലൂയിസ് മാക്, മേ ഗിബ്സ് ആൻഡ് മേരി ഗ്രാൻഡ് ബ്രൂസ് ഇവരൊക്കെ ഇക്കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എഴുതിയിട്ടുള്ള ആളുകളാണ്. അതിനുശേഷം മോഡേണിസത്തിന്റെ കാലമാകുന്നു. മോഡേണിസം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ പോയട്രിയിൽ തുടങ്ങുന്നത് കെനസ് ലെസറിന്റെ 2 കവിതകളോട് കൂടിയിട്ടാണ് എന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. എർത്ത് വിസിറ്റേഴ്സ് 1926, അതുപോലെ തന്നെ 5 Bells 1939. ഇതോടു കൂടിയിട്ടാണ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ ഓസ്ട്രേലിയൻ പോയട്രിയിൽ പറയാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ ഫിക്ഷനിൽ ഇത്തരത്തിലൊരു മോഡേണിസം വരുന്നുണ്ട്. അതിൽ തന്നെ വളരെ പ്രസിദ്ധയായ നോട്ടബിൾ വിമൻ നോവലിസ്റ്റ് എന്ന് പറയുന്ന ഹെൻറി ഹാൻഡൽ റിച്ചാർഡ്സൺ ആണ്. അവരുടെ മോറിസ് ഗസ്റ്റ്, ദ ഫോർച്യൂൺസ് ഓഫ് റിച്ചാർഡ് മഹോനി തുടങ്ങിയതൊക്കെ ഈ റൊമാൻറ്റിസിസത്തിന്റെ ഒരു അവസാനമാണ്. അതിൽ ഡാർക്ക് റിയാലിറ്റീസ് വരുന്നത്, പ്രത്യേകിച്ച് ഗോൾഡ് റഷ് എന്ന് പറഞ്ഞാൽ ഈ സ്വർണത്തിന് വേണ്ടിയുള്ള പരിവേഷണങ്ങളാണ്. എല്ലാ സാഹിത്യത്തിലും ഉണ്ട്. ഓസ്ട്രേലിയൻ സാഹിത്യത്തിൽ മാത്രമല്ല, കനേഡിയൻ, അമേരിക്കൻ ലിറ്ററേച്ചറിലൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. പ്രധാനമായിട്ട് മോഡേണിസം എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജിൻഡി വൊറോബാക്ക് മൂവ്മെന്റ് വരുന്നത്. ജിൻഡി വൊറോബാക്ക് മൂവ്മെന്റിന്റെ ഒരു പ്രത്യേകത, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ പുറത്തു നിന്നുള്ള ചില സ്വാധീനങ്ങൾ ഉണ്ടാകുന്നു, അതിനെ ഒഴിവാക്കുക, ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിന്റെ തനിമ നിലനിർത്തുക എന്നതാണ് ഇതിൽ അവർ പ്രധാനമായിട്ടും പറഞ്ഞത്. കാരണം ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ ഒരു കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ യങ് മൂവ്മെന്റ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ തനിമ നിലനിർത്തുക എന്നുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട ചില എഴുത്തുകാരുടെ പേരാണ് നാൻസി കെയ്റ്റോ, ജെയിംസ് ഡെവാനെ, എറിൻ ഗോ, വില്യം ഹാർട്ട്സ്മിത്ത്, റെക്സ് ഇൻഗാമെൽസ്, ഇയാൻ മൂഡി, റോളണ്ട് റോബിൻസൺ, മാർട്ടിൻ കെനഡി. ഇതിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് റെക്സ് ഇൻഗാമെൽസ് എന്നുള്ള ആളാണ്. അതുപോലെ തന്നെ 1938 ആദ്യത്തെ ജിൻഡി വൊറോബാക്ക് മൂവ്മെന്റ് വരുന്നത്. ജിൻഡി വൊറോബാക്ക് സാഹിത്യകാരന്മാരുടെ കൃതികൾ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന സേവിയർ ഹെർബർട്ട് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ജിൻഡി വൊറോബാക്ക് മൂവ്മെന്റിൽ ആളല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കാപ്രിക്കോണിയ എന്ന് പറയുന്ന പുസ്തകം ഇതിന്റെ ഒരു ജിസ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും അബോറിജിനൽസിനോടുള്ള കൺസേൺ തുടങ്ങിയവയാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിന്റെ വെസ്റ്റേൺ ലിറ്ററേച്ചറിനോടുള്ള ആ ഒരു ഡിപ്പെൻഡൻസ് ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പോസ്റ്റ് വോർ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലിറ്റിൽ മാഗസിനുകളുടെ കാലമാണ്. ലിറ്റിൽ മാഗസിനുകൾ വന്നതോടുകൂടിയിട്ട് ചെറുപ്പക്കാരായ എഴുത്തുകാർക്ക് വലിയ പ്രാധാന്യം കിട്ടി. അവരുടെ കൃതികൾ പബ്ലിഷ് ചെയ്യപ്പെട്ടു. എക്സ്പെരിമെൻ്റൽ റൈറ്റേഴ്സ്, അതായത് പരീക്ഷണാത്മകമായി ഓരോ കാലഘട്ടത്തിലും ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് എഴുതുന്നതിന് സാധാരണഗതിയിൽ വലിയ പ്രസിദ്ധീകരണ സാധ്യതകൾ കിട്ടാറില്ല. അത് കിട്ടിത്തുടങ്ങിയതും ഈ ലിറ്റിൽ മാഗസിനുകളുടെ വരവോട് കൂടിയിട്ടാണ്. അപ്പോൾ ക്രിസ്റ്റിന സ്റ്റെഡിൻ്റെ ഒരു പുസ്തകമാണ് ഇന്നോവേറ്റീവ് ആൻഡ് എക്സ്പെരിമെൻ്റൽ റൈറ്റിങ്ങിന് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ദ മാൻ ഹു ലവ്ഡ് ചിൽഡ്രൻ എന്നുള്ള പുസ്തകം. ഇങ്ങനെയുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പേഴ്സണാലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്നുള്ളതിൻ്റെ ഒരു ബന്ധമാണ് ക്രിസ്റ്റീന സ്റ്റെഡ് കാണിക്കുന്നത്. അതുപോലെ പാട്രിക്
പാട്രിക് വൈറ്റാണ് ആദ്യമായിട്ട് ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ നിന്ന് നോബൽ പ്രൈസ് 1973 കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ 2 നോവലുകളിലെ പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാർട്ടിൻ ബോയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് വാർ ലിറ്ററേച്ചറിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു നോവലിസ്റ്റാണ്. ലൂസിൻഡ ബ്രേഫോർഡ് എന്ന് പറഞ്ഞ നോവൽ എഴുതിയിട്ടുണ്ട്. ലാങ്ടൺ എന്നുള്ള പേരിൽ 4 നോവലുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ ആൻഡ് അബോറിജിനൽ കൾച്ചറിൻ്റെ ഒരു സംഗമം കാണാവുന്നത് റാൻഡോൾ സ്റ്റോവിൻ്റെ ടു ദ ഐലൻഡ് എന്നുള്ള നോവലാണ്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1958. പോസ്റ്റ് വാർ പോയട്രി, ഡ്രാമ, നോൺ ഫിക്ഷൻ എന്നീ രംഗങ്ങളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. A.D. ഹോപ്പ് ആണ് അതിലൊരു പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ. ഹി വാസ് കൺസിഡർഡ് ടു ബി എ സക്സസർ ഓഫ് ഡ്രൈഡൻ, ജോൺ ഡ്രൈഡൻ. മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള എന്നാൽ വിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ എല്യൂസീവ് ആയിട്ടുള്ള വേഴ്സാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വളരെ ധ്യാനാത്മകമായ എന്നാൽ വിറ്റ് ഉള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റേത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഹോപ്പിൻ്റെ ഈ മെഡിറ്റേറ്റീവ് ട്രഡീഷൻ, ഈ ധ്യാനാത്മകമായ കവിതകളുടെ പാരമ്പര്യം തുടർന്ന ആളുകളാണ് വിവിയൻ സ്മിത്തും ഗ്വെൻ ഹാർവുഡും ഒക്കെയുള്ള കവികൾ. വേറൊരു കവി ജൂഡിത്ത് റൈറ്റ് ആണ്. വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു കവിയാണ് ജൂഡിത്ത് റൈറ്റ്. വേറെ മറ്റ് സിംബലിസ്റ്റ് പോയട്രി ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡഗ്ലസ് സ്റ്റീവർട്ടിനെ പോലെയുള്ള കവികളുണ്ട്. ഡഗ്ലസ് സ്റ്റീവർട്ട് തന്നെയാണ് ഫയർ ഓൺ ദ മൗണ്ടൻസ് എന്നുള്ള സിംബലിസ്റ്റ് ഡ്രാമ എഴുതിയിട്ടുള്ളത്. തിയേറ്റർ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ ഒരു റിവൈവൽ ഉണ്ടാകുന്നത് പിന്നീട് റേ ലോവലറുടെ നാച്ചുറലിസ്റ്റിക് തീമുകളോടുകൂടി എഴുതിയിട്ടുള്ള നാടകങ്ങളാണ്. അതിലൊരു ഉദാഹരണമാണ് സമ്മർ ഓഫ് ദ 17th ഡോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ തീമോടുകൂടി എഴുതിയിട്ടുള്ള ഒരു നോവലാണ് ദ വൺ ഡേ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. ഡ്രാമയാണ്. നോൺ ഫിക്ഷനും ഈ കാലത്ത് വളരെ പ്രസിദ്ധമായ ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ ഫിക്ഷൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള പോയറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും ഫിക്ഷൻ റൈറ്റർ ജൂഡിത്ത് റൈറ്റ്, മാർട്ടിൻ ബോയ്ഡ്, അവരൊക്കെ അവരുടെ ശ്രദ്ധേയമായ നോൺ ഫിക്ഷൻ റൈറ്റിംഗ് പ്രസിദ്ധീകരിക്കുന്നത് ഈ കാലത്താണ്. ഇതിന് ശേഷമാണ് നമ്മൾ കണ്ടംപററി ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ വരുന്നത്. പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ അല്ലെങ്കിൽ കണ്ടംപററി ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രത്യേകത റിവൈവൽ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അബോറിജിനൽ ലൈഫ് ആൻഡ് കൾച്ചർ എന്നുള്ളതാണ്. നമ്മൾ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കനേഡിയൻ ലിറ്ററേച്ചർ, ആഫ്രിക്കൻ ലിറ്ററേച്ചർ, അമേരിക്കൻ ലിറ്ററേച്ചർ ഒക്കെ ഇത് കണ്ടതാണ്. വേറൊന്ന്, അബോറിജിനൽസ് ബിഗാൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആദിമ നിവാസികൾ ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ സാലി മോർഗൻ്റെ മൈ പ്ലേസ്, പാഡി റോഡ് ഗുലാബുരു ബുലു എന്നുള്ള കൃതികൾ, അതിൽ പ്രധാനമായിട്ടും നേറ്റിവിസം, എത്നിക് പ്രൈഡ്, ഇതൊക്കെയാണ് അതിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത്. സാലി മോർഗൻ്റെ മൈ ഫേസ് എന്നുള്ളത് ഒരു നോവലാണ്. അതുപോലെ തന്നെ മറ്റത് ഗുലാരാബുലു എന്നുള്ളത് സ്റ്റോറീസാണ്. ഇതിലൊക്കെ കാണുന്ന അതേ തീമുകൾ തന്നെയാണ് പിന്നീട് എഴുതിയിട്ടുള്ള മറ്റു പല നോവലുകളിലും കാണുന്നത്. വി ആർ ഗോയിങ് എന്ന് പറയുന്ന കവിത ഉഡ്ജറു നുനുക്കൽ എഴുതിയിട്ടുള്ള അവരുടെ കാറ്റ് വോക്കർ എന്നുള്ളതാണ് അവരുടെ പേര്, കാറ്റ് വോക്കർ. അവരുടെ ഓസ്ട്രേലിയൻ നാമമാണ് ഉഡ്ജറു നുനുക്കൽ. അവരെഴുതിയിട്ടുള്ള പുസ്തകമാണ് ബുക്ക് ഓഫ് വേഴ്സ് ആണ് വി ആർ ഗോയിങ്. അതിൻ്റെ ടൈറ്റിൽ വി ആർ ഗോയിങ് എന്നുള്ള പോയമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മുഡ്രൂരു നെറോഗിൻസ് വൈൽഡ് കാറ്റ് ഫോളോയിങ് എന്ന് പറയുന്ന നോവൽ, അതുപോലെ കിം സ്കോട്ട്സിൻ്റെ ബെനാങ് എന്ന് പറയുന്ന നോവൽ, ഇതൊക്കെ തന്നെ അബോറിജിനൽസ് ബിഗാൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ സെക്കൻഡ് മെയിൻ important aspect in the postmodern, contemporary literature. First was Aboriginals began writing in English. Second was Aboriginal themes came back to English or into the literature എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചറിൽ ഫിക്ഷനിൽ ലോകപ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരിൽ ഒരാൾ ഓസ്ട്രേലിയക്കാരനാണ് പീറ്റർ കാരി. He was the winner of Booker Prize in 1988 for his novel Oscar and Lucinda. ഇത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിരവധി നോവലുകളുണ്ട്. അതുപോലെ തന്നെ തോമസ് കനലി എഴുതിയിട്ടുള്ള ദ ചാൻഡ് ഓഫ് ജിമ്മി ബ്ലാക്ക് സ്മിത്ത് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഷിൻലേഴ്സ് ആർക്ക് എന്ന് പറയുന്നത്, ഇത് 1972
അതുപോലെ തന്നെ 1982 എഴുതിയിട്ടുള്ള 2 നോവലുകളാണ്. ഇതും പോസ്റ്റ് മോഡേൺ നെററ്റീവിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ലൈഫിനെ പറ്റിയിട്ടുള്ള തീമാണ്. വേറൊന്ന് തിയ ആസ്ലി, അവരുടെ ബീച്ച് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പുസ്തകം. അതുപോലെ തന്നെ ദ ഡ്രൈ ലാൻഡ്സ്, എ ബുക്ക് ഫോർ ദ വേൾഡ്സ് ലാസ്റ്റ് ലീഡർ. ഇതിൽ ഈ പ്രധാനമായിട്ടും ഇന്റർ കൾച്ചറൽ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ്. അതായത് ഇവിടെ ഒരു പോളി കൾച്ചറൽ അല്ലെങ്കിൽ മൾട്ടി കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഓസ്ട്രേലിയയിലെ ഇന്റർ കൾച്ചറൽ റിലേഷൻഷിപ്പിനെ ആധാരമാക്കി എഴുതിയിട്ടുള്ള 2 നോവലുകളാണ് അത്. അതുപോലെ തന്നെ നിരവധി നോവലുകൾ വേറെ ഇത്തരത്തിലുള്ള തീമുമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലൊരാളാണ് റാൻഡോൾ സ്റ്റോ, അദ്ദേഹത്തിൻ്റെ വിസിറ്റൻസ്. അതുപോലെ തന്നെ ഡേവിഡ് മെലോഫിൻ്റെ ആൻ ഇമാജിനറി ലൈഫ് എന്നുള്ളതൊക്കെ ഇത്തരത്തിലുള്ളതാണ്. നിരവധി ആളുകൾ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകളുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. അവരുടെ വർക്ക്സ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് മോഡേൺ പോയിട്രിയിൽ പ്രധാനപ്പെട്ട ഒരു ശബ്ദം എന്ന് പറയുന്ന ലേ മൊറൈ എന്നുള്ള കവിയുടേതാണ്. അവരുടെ ആ കവിയുടെ ആന്തോളജിയുടെ പേര് ഡോഗ് ഫോക്സ് ഫീൽഡ് എന്നുള്ളതാണ്. ബ്രൂസ് ഡേവിൻ്റെ ആന്തോളജി സംടൈംസ് ഗ്ലാഡ്നെസ് എന്നതാണ്. റോബർട്ട് ഗ്രേയുടെ പിയാനോ. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തോളജി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് മോഡേൺ പോയട്രിയുടെ പ്രധാനപ്പെട്ട ചില കൃതികൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇക്കാലത്ത് എഴുതപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡ്രമാറ്റിസ്റ്റാണ് ഡേവിഡ് വില്യംസൺ. അദ്ദേഹത്തിൻ്റെ 2 ഡ്രാമാസ് പ്ലേസ് വളരെ പ്രസിദ്ധമാണ്. ട്രാവലിംഗ് നോർത്ത് ആൻഡ് ഡെഡ് വൈറ്റ് മെയിൽസ് എന്നുള്ളത്. ട്രാക്സ് എന്ന റോബിൻ ഡേവിഡ്സൺ ഒരു വനിതാ യാത്രികയാണ്. അവരെഴുതിയിട്ടുള്ള ട്രാവൽ റൈറ്റിംഗ് ആണ് ട്രാക്സ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡ്രെസില്ല മൊജേസ്ക എഴുതിയിട്ടുള്ള സ്ട്രാവിൻസ്കീസ് ലഞ്ച്. ഇത് വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൃതിയാണ്. അത് പിന്നെ ഹിസ്റ്ററി അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റോറിയൊക്കെ ഉൾപ്പെടുന്ന ഒരു നോൺ ഫിക്ഷൻ കൃതിയാണ്. ഏതായാലും ഇങ്ങനെ ധാരാളം കൃതികളുണ്ട്. നമുക്ക് പോസ്റ്റ് മോഡേൺ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകതകളായി കാണാവുന്നത്, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എത്നിക് അബോറിജിനൽ ലൈഫിലുള്ള ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അബോറിജിൻസ് എഴുതാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി കൾച്ചറൽ, റീജിയണൽ ആൻഡ് എത്നിക് ഡിഫറൻസസ് കൂടുതൽ സാഹിത്യത്തിൻ്റെ രൂപങ്ങളായും സാഹിത്യത്തിൻ്റെ ഇതിവൃത്തങ്ങളായും മാറി എന്നുള്ളതാണ്. ഇപ്പോൾ കൾച്ചറലായിട്ടുള്ള ഡിഫറൻസ്, മുമ്പ് മോഡേണിസ്റ്റ് കാലഘട്ടം വരെ പ്രിഡോമിനൻറ്റ് കൾച്ചറിനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഏറ്റവും പ്രിഡോമിനൻറ്റ് കൾച്ചർ ഏതാണോ അതിനെപ്പറ്റി മാത്രം, അതായത് വൈറ്റ് കൾച്ചറിനെ പറ്റി. പിന്നീടാണ് അതിന് മാറ്റം വന്ന് കൾച്ചറൽ ഡിഫറൻസസ്, പോസ്റ്റ് മോഡേണിസത്തിൻ്റെ കാലത്ത് കൾച്ചറൽ ഡിഫറൻസസ്, റീജിയണൽ ഡിഫറൻസസ്, എത്നിക് ഡിഫറൻസസ് ഇതൊക്കെ കൂടുതൽ സാഹിത്യത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഓസ്ട്രേലിയൻ ലിറ്ററേച്ചർ ഏറ്റവും ബ്ലൂമിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കണ്ടംപററി ലിറ്ററേച്ചറിൻ്റെ കാലഘട്ടം. ദാറ്റ്സ് ദിസ് ടൈം ഇൻ വിച്ച് വി ലിവ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, താങ്ക് യു.